സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എത്ര പണക്കാരനാണെങ്കിലും ഭിക്ഷക്കാരനായി മാറും. ഭിക്ഷയാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ലക്ഷ്മി കടാക്ഷം നഷ്ടപ്പെടും. കഷ്ടപ്പാടുകൾക്ക് ഇരയാകും. ആരുടെ വീട്ടിലാണോ ഈ സാധനങ്ങൾ ഉള്ളത് അവരുടെ വീട്ടിൽ കടുത്ത പ്രശ്നങ്ങളുണ്ടാകും. സാധനങ്ങൾ എടുത്ത് പുറത്തിടുന്നത് വരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിയുകയില്ല. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളെക്കുറിച്ച് എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അതേ അളവിൽ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വസ്തുക്കളെക്കുറിച്ചും ശ്രദ്ധിക്കണം. വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാര്യത്തിലേക്ക് വന്നാൽ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ആദ്യത്തെ വസ്തു മഞ്ഞ നിറത്തിലുള്ള ബക്കറ്റാണ്. അതെ, വീട്ടിലോ കുളിമുറിയിലോ മഞ്ഞ നിറം ഉണ്ടാകരുത്, ഉപയോഗിക്കരുത്. മഞ്ഞ നിറം ആരുടെ വീട്ടിലാണോ ഉള്ളത് അവരുടെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കും. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. അനാവശ്യമായി പണം മുഴുവൻ ചെലവായി പോകും. ലക്ഷ്മി കടാക്ഷം കുറഞ്ഞു പോകുമെന്നതിനാൽ ആരും വീട്ടിൽ മഞ്ഞ നിറങ്ങൾ വെക്കരുത്, ഉപയോഗിക്കരുത്. അതുപോലെ പൊട്ടിയ ബക്കറ്റുകളും വീട്ടിൽ വെക്കരുത്. ഏത് നിറത്തിലുള്ള ബക്കറ്റാണെങ്കിലും അത് പൊട്ടിയാൽ അത് പുറത്തേക്ക് എറിയണം, അല്ലാതെ വീട്ടിൽ സൂക്ഷിക്കരുത്. കുളിമുറിയിൽ കറുപ്പ്, നീല അല്ലെങ്കിൽ ചുവപ്പ് നിറങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ടാമത്തെ വസ്തു എന്തെന്നാൽ പൊട്ടിയ കണ്ണാടിയാണ്. പൊട്ടിയ കണ്ണാടികൾ വീട്ടിലുണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകില്ല. ഏത് ജോലിയും തുടങ്ങിയാലും തടസ്സങ്ങൾ ഉണ്ടാകും. എപ്പോഴും ദേഷ്യം ഉണ്ടാകുമെന്നതിനാൽ അബദ്ധത്തിൽ പോലും വീട്ടിൽ പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കരുത്. കുളിമുറിയിൽ ആകാം, ഡ്രസ്സിംഗ് ടേബിളിനടുത്ത് ആകാം. ബാക്കിയുള്ള കണ്ണാടികൾ വെക്കരുത്. പൊട്ടിയ കണ്ണാടികൾ, വിള്ളൽ വീണ കണ്ണാടികൾ വീട്ടിൽ വെക്കരുതെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. നമ്മൾ കയ്യിൽ അണിയുന്ന വാച്ചിലെ ഗ്ലാസ് പൊട്ടിയാലും ഉടൻ തന്നെ അത് മാറ്റണം. അത് വിറ്റ് ആ പൊട്ടിയ ഗ്ലാസ് ഉപയോഗിക്കരുത്. ആ വാച്ച് ഉപയോഗിച്ചാൽ അതിലൂടെ ദാരിദ്ര്യം ഉണ്ടാകുമെന്നതിനാൽ പൊട്ടിയ കണ്ണാടികൾ വീട്ടിൽ സൂക്ഷിക്കരുത്. മൂന്നാമത്തെ വസ്തു എന്തെന്നാൽ രണ്ട് കിടക്കകൾ. അതെ, ഭാര്യാഭർത്താക്കന്മാർ കിടക്കുന്ന കിടപ്പുമുറിയിൽ രണ്ട് കിടക്കകൾ ഉണ്ടാകാൻ പാടില്ല. കിടപ്പുമുറിയിൽ എപ്പോഴും ഒരേ ഒരു കിടക്ക ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. രണ്ട് കിടക്കകൾ ഉണ്ടെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഇടയ്ക്കിടെ വഴക്കുകൾ ഉണ്ടാകും. തീരാത്ത കഷ്ടപ്പാടുകൾ വരും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കുറയും എന്നതിനാൽ കിടപ്പുമുറിയിൽ എപ്പോഴും രണ്ട് കിടക്കകൾ ഉണ്ടാകരുത്. ഒരൊറ്റ കിടക്ക മാത്രമേ ഉണ്ടാകാവൂ. അതുപോലെ നാലാമത്തെ കാര്യം ഉണങ്ങിയ പൂക്കളും ഇലകളും. പലരും പൂജാമുറിയിൽ ദൈവത്തിന് പൂക്കൾ വെച്ച് അലങ്കരിച്ച് പൂജ ചെയ്യുന്നു. എന്നാൽ ആ പൂക്കൾ ഉണങ്ങിപ്പോകുന്നതുവരെ അവയെ എടുക്കാതെ അതുപോലെ പൂജാമുറിയിൽ തന്നെ വെച്ച് കളയുന്നു. എന്നാൽ അങ്ങനെ വെക്കരുത്. ദൈവത്തിന് സമർപ്പിച്ച പൂക്കൾ 1-2 ദിവസത്തിനുള്ളിൽ എടുത്ത് ഒരു കവറിൽ ഇട്ട് ഒഴുകുന്ന വെള്ളത്തിൽ എവിടെ വേണമെങ്കിലും ഇടണം. ഈ സംവിധാനം എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് വെക്കരുത്. ദോഷം വന്ന് ചേരും. ലക്ഷ്മി കടാക്ഷം കുറയും. അതുപോലെ ചിലർ വാതിലിൽ മാമ്പഴ തോരണങ്ങൾ കെട്ടി അതുപോലെ വിട്ടുകളയുന്നു. മാവിലകൾ ഉണങ്ങിയാലും അവയെ നീക്കം ചെയ്യില്ല. എന്നാൽ വീടിന്റെ മുന്നിൽ ഉണങ്ങിയ മാവിലകൾ ഉണ്ടാകരുത്. ഉണങ്ങിയ മാവിലകളാൽ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം വരും. വീടിന് ദാരിദ്ര്യം പിടിക്കും. അതിനാൽ വീടിന് മുന്നിൽ ഉണങ്ങിയ മാവിലകൾ ഉണ്ടെങ്കിൽ അവ ഉടനടി നീക്കം ചെയ്യുക. ഇങ്ങനെ ഉണങ്ങിയ പൂക്കളും ഉണങ്ങിയ ഇലകളും ഇല്ലാതെ നോക്കുക. അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം കുറയും.
അതുപോലെ പൂജാമുറിയിൽ പൊട്ടിയ വിഗ്രഹങ്ങളും കീറിയ ചിത്രങ്ങളും വെക്കരുത്. നിങ്ങളുടെ പൂജാമുറിയിൽ പഴയ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പൂജയ്ക്ക് ഒരു ഫലവും ലഭിക്കില്ല. അതിനാൽ നിങ്ങളുടെ പൂജാമുറിയിൽ തകർന്നതോ കേടുവന്നതോ ആയ ദൈവവിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവ നീക്കം ചെയ്യുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദൈവചിത്രങ്ങൾ വൃത്തിയാക്കരുത്. ശനിയാഴ്ചകളിൽ മാത്രമേ ദൈവചിത്രങ്ങൾ വൃത്തിയാക്കാവൂ. പല സ്ത്രീകളും നൈറ്റി ധരിച്ച് പൂജ ചെയ്യാറുണ്ട്. നൈറ്റി ധരിച്ച് പൂജ ചെയ്യരുത്. അതുപോലെ പലരും താജ്മഹലിനെ സ്നേഹത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു. താജ്മഹലിന്റെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ വാസ്തു ശാസ്ത്രമനുസരിച്ച് താജ്മഹലിന്റെ ചിത്രം വീട്ടിൽ സൂക്ഷിക്കരുത്. താജ്മഹൽ മുംതാസ് ബീഗത്തിന്റെ ശവകുടീരമാണ്. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ശവകുടീരത്തിന്റെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജം കൊണ്ടുവരും. അതിനാൽ താജ്മഹലിന്റെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുത്. താജ്മഹലിന്റെ ചിത്രം മാത്രമല്ല, വെള്ളച്ചാട്ടം, യുദ്ധം, ക്രൂരമൃഗങ്ങളായ കടുവകൾ, സിംഹങ്ങൾ, ചെന്നായ്ക്കൾ തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങളും വീട്ടിൽ സൂക്ഷിക്കരുത്. ഇവ മനുഷ്യരുടെ അക്രമാസക്തമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രങ്ങളും വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു ചിലന്തിവല കണ്ടാൽ കഴിയുന്നത്ര വേഗം അത് നീക്കം ചെയ്യുക. വാസ്തു ശാസ്ത്രമനുസരിച്ച് വീട്ടിൽ ചിലന്തിവല മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കും, കൂടാതെ നെഗറ്റീവ് ഊർജത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ചിലന്തിവല വീട്ടിലുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. വീട്ടിലുള്ള ചിലന്തി വലകൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവായ അന്തരീക്ഷം ഉണ്ടാകൂ. അതുപോലെ ചിലർക്ക് പഴയ പത്രങ്ങൾ ശേഖരിച്ച് വീട്ടിൽ കൂട്ടിയിടുന്ന ശീലമുണ്ടാകും. യഥാർത്ഥത്തിൽ പഴയ പത്രങ്ങൾ നെഗറ്റീവ് ഊർജത്തിന് ഇടമായിരിക്കും. ഇവ കാരണം വീട്ടിലുള്ള എല്ലാവർക്കും വഴക്കുകളുണ്ടാകും. പഴയ പത്രങ്ങൾ പൊടിയും അഴുക്കിനെ ആകർഷിക്കുന്നതിനാൽ അവ വീട്ടിലുണ്ടെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുപോലെ അടുക്കളയിൽ ചൂലുകൾ, മാലിന്യങ്ങൾ, മാലിന്യപ്പെട്ടികൾ എന്നിവ വെക്കുന്നത് നല്ലതല്ലെന്ന് വാസ്തുശാസ്ത്ര വിദഗ്ധർ പറയുന്നു. വിവാഹിതരായ സ്ത്രീകൾ കുളിച്ച ശേഷം നനഞ്ഞ കൈകളാൽ നെറ്റിയിൽ കുങ്കുമം വെക്കരുത്. അങ്ങനെ ചെയ്താൽ തങ്ങളുടെ ഭർത്താവിന് ദോഷം സംഭവിക്കും. പലരും ഞായറാഴ്ചകളിൽ മുടിവെട്ടാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുതെന്ന് വേദപണ്ഡിതൻ പറയുന്നു. ഞായറാഴ്ചകളിൽ മുടിവെട്ടുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കും. സ്ത്രീകൾ പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോൾ അവരുടെ മുഖം എപ്പോഴും കിഴക്ക് ദിശയിലോ അല്ലെങ്കിൽ വടക്ക് ദിശയിലോ ആയിരിക്കണം. സ്ത്രീകൾ ഇങ്ങനെ പാചകം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബ വരുമാനം നന്നായി വർദ്ധിപ്പിക്കും. വീട് മുഴുവൻ സമ്പത്ത് നിറയും. പലരും രാവിലെ ഉണർന്നയുടൻ കണ്ണാടിയിൽ തങ്ങളുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് ഇത് ശുഭകരമല്ല. സുമംഗലികളായ സ്ത്രീകൾ ഒരിക്കലും കണ്ണീർ പൊഴിക്കരുത്. ഇത് ജനിച്ച വീട്ടിലേക്കും ഭർതൃവീട്ടിലേക്കും ദാരിദ്ര്യം കൊണ്ടുവരും. പലരും ഭക്ഷണം കഴിച്ച ശേഷം കഴിച്ച പാത്രത്തിൽ തന്നെ കൈ കഴുകാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പ്രധാനമായും വെള്ളിയാഴ്ചകളിൽ മകളെ കാണാൻ മാതാപിതാക്കൾ പോകുകയാണെങ്കിൽ മാതാപിതാക്കളുടെ വീട്ടിൽ ധാരാളം പണം വരാൻ സാധ്യതയുണ്ടെന്നും മാതാപിതാക്കളുടെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കുമെന്നും ജ്യോതിഷ വിദഗ്ധർ പറയുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പോലും ഉപ്പ് താഴെ വീഴരുത്. അങ്ങനെ ഉപ്പ് താഴെ വീണാൽ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തുപോയ ശേഷം വീട് തുടയ്ക്കരുത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പോകുന്ന ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അതുപോലെ ചൂലും മാലിന്യം വാരിയെടുക്കുന്ന അകത്ത് വെക്കുന്ന കുട്ടയും ഒരേ സ്ഥലത്ത് വെക്കരുത്. നിങ്ങളുടെ വീട്ടിൽ പുതിയ ചൂൽ വാങ്ങാൻ
ആഗ്രഹിക്കുന്നുവെങ്കിൽ ശനിയാഴ്ച മാത്രം വാങ്ങുക. കഴിഞ്ഞ 7 ദിവസങ്ങളിലും ചൂൽ വാങ്ങരുത്. നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ചൂൽ കാണാത്ത രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം പുറത്തുനിന്നുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ചൂൽ കണ്ടാൽ നിങ്ങളുടെ വീട്ടിലുള്ള സമ്പത്ത് അവരോടൊപ്പം പുറത്തുപോകും. നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടുകൾ വരാതെ സന്തോഷമായി ഇരിക്കാൻ ഈ നിയമങ്ങൾ പാലിക്കണം. അതുപോലെ നമ്മൾ വീഡിയോയിൽ മുമ്പ് സൂചിപ്പിച്ച സാധനങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ല. അതിനാൽ എല്ലാവരും ഈ നിയമങ്ങൾ പിന്തുടരുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുക. ഇപ്പോൾ കട്ടിലിൽ അബദ്ധത്തിൽ പോലും വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി അറിയാം. കട്ടിലിൽ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ വെച്ചാൽ സമ്പത്ത് നശിക്കുകയും ദാരിദ്ര്യം വളയുകയും ചെയ്യും. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യരുതെന്നും ധനലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാൻ ചില നിയമങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു. ഇതിൽ പ്രധാനമായി നമ്മൾ കിടക്കയിൽ ചില സാധനങ്ങൾ വെച്ചാൽ ലക്ഷ്മി ദേവിക്ക് കോപം വന്ന് ആ വീട്ടിൽ ഒരു നിമിഷം പോലും താമസിക്കില്ല. വീട്ടിൽ പണനഷ്ടം ഉണ്ടായി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. കഠിനമായ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. കളിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് മുതിർന്നവർ പറയുന്നു. കിടക്കയിൽ വെക്കാൻ പാടില്ലാത്ത ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കും. ആദ്യം മഞ്ഞൾ, കുങ്കുമം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവ ഒരു സാഹചര്യത്തിലും കിടക്കയിൽ വെക്കരുത്. കിടക്ക എന്നത് ആനന്ദം അനുഭവിക്കുന്ന സ്ഥലമായതുകൊണ്ട് കിടക്കയിൽ പുണ്യമായി കരുതുന്ന മഞ്ഞൾ, കുങ്കുമം, പൂജാസാധനങ്ങൾ, പഴങ്ങൾ, വെറ്റില തുടങ്ങിയവ ഒരിക്കലും വെക്കരുത്. ഇങ്ങനെ കിടക്കയിൽ വെച്ച് ദൈവത്തിന് നിവേദ്യമായി സമർപ്പിച്ചാലും ഫലമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരു സാഹചര്യത്തിലും ദൈവത്തിനുള്ളതോ അല്ലെങ്കിൽ ദൈവത്തിന് നിവേദ്യമായി സമർപ്പിക്കാൻ കൊണ്ടുവന്നതോ ആയ സാധനങ്ങൾ കിടക്കയിൽ വെക്കരുത്. ദൈവത്തിനടുത്ത് വെക്കുന്ന പൂജാസാധനങ്ങൾ വെക്കരുത്. അതുപോലെ അമ്പലത്തിൽ പോയി ദൈവത്തിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളോ പഴങ്ങളോ ഒരു സാഹചര്യത്തിലും കിടക്കയിൽ വെക്കരുത്. അതുകൂടാതെ ഭക്ഷ്യവസ്തുക്കൾ ഒരിക്കലും കിടക്കയിൽ വെക്കരുത്. അങ്ങനെ വെച്ചാൽ അനാവശ്യമായ ദാരിദ്ര്യം വരും. പലരും കിടക്കയിലിരുന്ന് ഭക്ഷണം കഴിക്കും. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ലക്ഷ്മി ദേവിക്ക് കോപം വരും. അതുപോലെ മുത്തുകൾ ഒരിക്കലും കിടക്കയിൽ വെക്കരുത്. കിടക്കയിൽ ശാലിഗ്രാമങ്ങൾ, രുദ്രാക്ഷങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ വെക്കരുത്. മരതക ആഭരണങ്ങളും ഷാളുകളും ഒരിക്കലും കിടക്കയിൽ വെക്കാൻ പാടില്ല. കിടക്കയിൽ ഈ സാധനങ്ങൾ വെച്ചാൽ സമ്പത്ത് മുഴുവൻ നശിച്ചുപോകും. പല വീടുകളിലും അലമാരയിൽ നിന്ന് ആഭരണങ്ങൾ എടുത്ത ശേഷം അവ ഉടൻ തന്നെ കിടക്കയിൽ വെച്ച് നോക്കും. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. കിടക്കയിൽ സ്വർണം വെച്ചാൽ വീണ്ടും വീണ്ടും സ്വർണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അത് ഒരു ദോഷമായി മാറും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. സ്വർണ്ണ ആഭരണങ്ങൾ അലമാരയിൽ വെച്ചാൽ അത് കൂടുതൽ സ്വർണത്തെ ആകർഷിക്കും. കാലം അനുകൂലമായാൽ വന്ന് വീണ്ടും സ്വർണം വാങ്ങാൻ കഴിയും. അതേ സ്വർണം കിടക്കയിൽ വെച്ചാൽ അത് പുതിയ സ്വർണം വാങ്ങാൻ അനുവദിക്കാതെ അതും പുറത്തേക്ക് പോകാൻ നോക്കും. ഈ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പലരുടെയും വീടുകളിൽ എത്ര സ്വർണം ഉണ്ടെങ്കിലും അത് എപ്പോഴും ബാങ്കുകളിൽ തന്നെ ഇരിക്കുന്നത്. അതുപോലെ പലരും ആഞ്ജനേയ സ്വാമി പോലുള്ള ദൈവങ്ങളുടെ ചിത്രങ്ങൾ തലയിണക്കടിയിൽ വെച്ച് കൊണ്ട് ഉറങ്ങും. രാവിലെ എഴുന്നേറ്റ ഉടൻ ദൈവത്തിന്റെ ചിത്രം നോക്കിയിട്ട് അതിനുശേഷം ജോലികൾ തുടങ്ങും. എന്നാൽ കിടക്കയ്ക്ക് അടിയിൽ ദൈവത്തിന്റെ ചിത്രങ്ങൾ വെക്കുന്നത് നല്ലതല്ല. കിടക്ക ഒരു യോഗസ്ഥാനമല്ല, ഐശ്വര്യസ്ഥാനമല്ല. അത് വെറും ഭോഗ
സ്ഥാനം മാത്രമാണ് എന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് കിടക്കയുടെ മുകളിൽ ഒരു സാഹചര്യത്തിലും ഒരു വസ്തുവും വെക്കരുത്. ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഒരിക്കലും വെക്കരുത്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ശേഷം കിടക്കയിലുള്ള പുതപ്പ് എടുത്ത് ഭംഗിയായി മടക്കി അതിനു ശേഷം പുറത്തു വരണം. പുതപ്പ് കിടക്കയിൽ ഇടരുത്. ഏത് വീട്ടിലുള്ളവർ പുതപ്പ് മടക്കാതെ അങ്ങനെ തന്നെ ഇട്ട് പോകുന്നുവോ ആ വീട്ടിലേക്ക് ദരിദ്ര ദേവത ആകർഷിക്കപ്പെടും. അതുകൊണ്ട് കിടക്കയിൽ പുതപ്പ് മടക്കണം. ചിലർ കിടക്കയിൽ തലയിണക്കടിയിൽ പണം ഒളിപ്പിച്ചു വെക്കും. പണത്തെ നമ്മൾ പുണ്യമായി കാണാം. അപ്പോഴാണ് നമ്മുടെ അടുത്ത് ലക്ഷ്മി ദേവി നിലനിൽക്കുക. അതുകൊണ്ട് പണത്തെ കിടക്കയിൽ തലയിണക്കടിയിൽ വെക്കരുത്. പണത്തെ തലയിണക്കടിയിൽ വെച്ചാൽ അത് ലക്ഷ്മി ദേവിയെ വെച്ചതുപോലെയാകും. അപ്പോൾ അവൾക്ക് ശ്വാസം വിടാൻ പാടില്ല. അതുപോലെ പണം നമ്മൾ കട്ടിലിനടിയിൽ വെക്കരുത്. തലയിണക്കടിയിൽ വെക്കാനും പാടില്ല. അതുപോലെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി വന്ന് കട്ടിലിനു മുകളിൽ വെക്കരുത്. ഒരുപക്ഷേ നിങ്ങൾ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് കട്ടിലിനു മുകളിൽ വെച്ചാൽ ആ പുതിയ വസ്ത്രങ്ങൾ ധരിക്കും. പക്ഷേ വീണ്ടും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടാകില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ തിരിച്ചറിഞ്ഞ് ഈ സാധനങ്ങൾ കിടക്കയിൽ വെക്കാതിരുന്നാൽ ഐശ്വര്യം സിദ്ധിക്കുമെന്നും അങ്ങനെയല്ലാതെ അലസത് കാണിച്ചാൽ സമ്പാദിച്ചതും നശിച്ചു പോകുമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു. ഇപ്പോൾ കിടക്കുമ്പോൾ തലക്കരികിൽ ഏതൊക്കെ സാധനങ്ങൾ വെക്കരുതെന്നും അറിയാം. കിടക്കുമ്പോൾ തലക്കരികിൽ അബദ്ധത്തിൽ പോലും ഈ സാധനങ്ങൾ വെക്കരുത്. രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ പകൽ കിടക്കുമ്പോൾ തലക്കരികിൽ ഈ സാധനങ്ങൾ വെക്കരുത്. ഈ സാധനങ്ങൾ തലക്കരികിൽ വെച്ച് ഉറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ കഷ്ടപ്പെടും. ലക്ഷ്മി കടാക്ഷം കുറയും എന്ന് ശാസ്ത്രം പറയുന്നു. അത് മാത്രമല്ല, നല്ല ഉറക്കവും വരില്ല. തലക്കരികിൽ ഈ സാധനങ്ങൾ വെച്ച് ഉറങ്ങിയാൽ ദുസ്വപ്നങ്ങൾ വരും. നിങ്ങളുടെ ശരീരത്തിലേക്ക് ദുഷ്ട ശക്തികൾ, അതായത് നെഗറ്റീവ് ഊർജം പ്രവേശിക്കും. ഓരോ മനുഷ്യനും ഉറക്കം വളരെ അത്യാവശ്യമാണ്. കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിന് ഉറക്കം ഒരു വിശ്രമത്തിന്റെ ചിഹ്നമാണ്. എല്ലാം മറന്നുപോകുന്ന ഒരു ചെറിയ കാലത്തെ മരണം. ഉറക്കം വന്നാൽ എവിടെ എങ്ങനെ ഉറങ്ങുന്നു എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഉറക്കം സുഖകരമാണെന്ന് മുതിർന്നവർ പറയുന്നത്. ഉറക്കത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സമ്പന്നനായ രാജാവ് ഉറങ്ങുന്ന ഉറക്കവും ഒന്ന് തന്നെ, അടിമ ഉറങ്ങുന്ന ഉറക്കവും ഒന്ന് തന്നെ എന്ന് അന്നമയ്യ തീരുമാനിച്ചു. ഭക്ഷണം ഇല്ലാതെ മനുഷ്യൻ ഒരു മാസത്തിലധികം ജീവിച്ച സന്ദർഭങ്ങൾ ഉണ്ട്. എന്നാൽ ഉറക്കമില്ലാതെ 11 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചതായി രേഖകളില്ല. ഉറങ്ങുമ്പോൾ നടക്കുന്ന എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളും ശരീരത്തെ ശക്തവും ആരോഗ്യകരവുമാക്കുന്നു. ശ്രമിക്കും. ഉറങ്ങുമ്പോൾ രോഗപ്രതിരോധ ശക്തിപേശികൾ, നാഡീവ്യൂഹം എല്ലാം ശക്തിപ്പെടുന്നു. ഉണർന്നിരിക്കുമ്പോൾ തലച്ചോർ കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നു. ഗാഢനിദ്രയിൽ തലച്ചോറിനും ശരീരത്തിനും കൂടുതൽ ഊർജം ആവശ്യമില്ല. കോശവിഭജനത്തിന് സഹായിക്കുന്ന വളർച്ചാ ഹോർമോണുകളും അവയ്ക്ക് ഊർജം നൽകുന്ന രാസവസ്തുക്കളും കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഉറക്കത്തിൽ തലച്ചോറ് വിശ്രമിക്കുന്നതിനാൽ ഉണർന്ന് ശേഷം ചിന്ത, വിശകലനം, വികാരങ്ങൾ തുടങ്ങിയ എല്ലാ മാനസിക പ്രവർത്തനങ്ങളും വീണ്ടും സജീവമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഉറക്കത്തിൽ നമ്മുടെ ദഹന വ്യവസ്ഥയും സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. ഇൻസുലിൻ നിയന്ത്രണത്തിലുള്ള ഹൃദയ പ്രവർത്തനം മെച്ചപ്പെടും. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഉറക്കം ജീവിതത്തിന് പുതുജീവൻ നൽകുന്നു. ഉറക്കം മനുഷ്യന് അത്യാവശ്യമാണ്. ഉറങ്ങുമ്പോഴാണ് മനുഷ്യ ശരീരത്തിന് ഉന്മേഷം ലഭിക്കുന്നത്. ഇന്നത്തെ ആധുനിക കാലത്ത് മനുഷ്യൻ ഉറക്കം കുറഞ്ഞുവരികയാണ്. നല്ല ഉറക്കം ലഭിക്കുന്നത് വിരളമായി മാറിക്കൊണ്ടിരിക്കുന്നു.
ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ ശ്രദ്ധ വ്യതിചലിക്കുകയും വികാരങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്യും. കൂടാതെ ദേഷ്യം, മാനസിക സമ്മർദ്ദം, കോപം, ദുഃഖം, വിഷാദം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉറക്കം വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ പലർക്കും ശരിയായി ഉറക്കം ലഭിക്കുന്നില്ല. ഇതിന് കാരണം ഈ സാധനങ്ങൾ തലക്കരികിൽ വെച്ച് ഉറങ്ങുന്നതാണ് എന്ന് വിദഗ്ധർ പറയുന്നു. അതുമാത്രമല്ല, ഉറങ്ങുമ്പോൾ ഈ സാധനങ്ങൾ തലക്കരികിൽ വെച്ചാൽ തീർച്ചയായും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങളും പറയുന്നു. അങ്ങനെയെങ്കിൽ ഉറങ്ങുമ്പോൾ തലക്കരികിൽ വെക്കാൻ പാടില്ലാത്ത ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. രാത്രിയാകാം, പകലാകാം, നിങ്ങൾ എപ്പോൾ കിടന്നാലും നിങ്ങളുടെ തലക്കരികിൽ അബദ്ധത്തിൽ പോലും പത്രങ്ങൾ, പുസ്തകങ്ങൾ, മാസികകൾ തുടങ്ങിയവ വെക്കരുത്. പലർക്കും കിടക്കുന്നതിന് മുൻപ് പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് അവർ വായിച്ചതിനു ശേഷം അവ തലക്കരികിൽ വെച്ച് കിടക്കും. എന്നാൽ അങ്ങനെ ചെയ്യരുത്. അവ മറ്റെവിടെയെങ്കിലും വെച്ച് കിടക്കണം. ഇവ തലക്കരികിൽ വെച്ച് കിടന്നാൽ നെഗറ്റീവായ ഫലങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ എല്ലാം കഷ്ടപ്പാടുകളായിരിക്കും. അതുപോലെ എണ്ണക്കുപ്പികളും ഒരിക്കലും തലക്കരികിൽ വെച്ച് കിടക്കരുത്. അങ്ങനെ കിടന്നാൽ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പണം വെള്ളം പോലെ ചെലവാകും. കിടക്കുമ്പോൾ തലയ്ക്ക് അടുത്ത ചെരുപ്പുകൾ ഇല്ലാതെ ശ്രദ്ധിക്കണം. ഒരാൾ തലയ്ക്കടുത്ത് ചെരുപ്പുകൾ വെച്ച് ഉറങ്ങിയാൽ അവരുടെ പേരും പ്രശസ്തിയും നശിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. നമ്മൾ പുറത്ത് എവിടെ പോയാലും പലരും ആ ചെരുപ്പുകൾ തങ്ങളുടെ അടുത്ത് വെച്ച് ഉറങ്ങാറുണ്ട്. നമ്മൾ പലപ്പോഴും പുറത്തു പോകുമ്പോൾ ഇത് കാണുന്നതുകൊണ്ട് ഈ തെറ്റ് മാത്രം ചെയ്യരുത്. പലരും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തലയിണക്കടിയിൽ പേഴ്സ് വെച്ച് ഉറങ്ങാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ തലയിണക്കടിയിൽ അല്ലെങ്കിൽ തലയ്ക്കടുത്ത പേഴ്സ് വെച്ച് ഉറങ്ങിയാൽ ലക്ഷ്മി ദേവിക്ക് കോപം വരും. ലക്ഷ്മി കടാക്ഷം കുറയും. സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നത് തലയ്ക്കടുത്ത് ഫോൺ വെച്ച് കൂടെ ഉറങ്ങുന്നത് ഒരു സാധാരണ തെറ്റാണ്. തലക്കരികിൽ ഫോൺ വെച്ച് ഉറങ്ങിയാൽ ശരിയായി ഉറക്കം വരില്ല. ദുസ്വപ്നങ്ങൾ വരും. ആരോഗ്യത്തിനും നല്ലതല്ല. അതിനാൽ ഉറങ്ങുമ്പോൾ തലക്കരികിൽ തെറ്റിദ്ധാരണയിൽ പോലും ഫോൺ വെക്കരുത്. അത് നിങ്ങൾ സ്വയം കഷ്ടപ്പാടുകൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതുപോലെ ഉറങ്ങുമ്പോൾ തലക്കരികിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ഭക്ഷണസാധനങ്ങൾ തുടങ്ങിയവയും വെക്കരുത്. അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ കുറഞ്ഞുപോകും. ഭാവിയിൽ കഠിനമായ കഷ്ടപ്പാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും ഇത് ഓർമ്മയിൽ വെച്ച് ഈ നിയമങ്ങൾ പാലിക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഈ സാധനങ്ങൾ നിങ്ങളുടെ തലക്കരികിൽ വെക്കരുത്. നിങ്ങൾക്ക് സ്വയം ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കരുത്. കട്ടിലിനടിയിൽ ഏതൊക്കെ സാധനങ്ങൾ വെച്ച് ഉറങ്ങിയാൽ നിങ്ങൾക്ക് പണവരവ് ലഭിക്കുമെന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കും. ഓരോരുത്തരും പണം സമ്പാദിച്ച് പണക്കാരാകാൻ ആഗ്രഹിക്കും. പണത്തിന് ഒരു കുറവുമില്ലാതെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ചിലർക്ക് കയ്യിൽ ആവശ്യത്തിന് ഒരു പൈസ പോലും ഉണ്ടാകില്ല. ഓരോരുത്തരും പണക്കാരാകാനും പണത്തിന് ഒരു കുറവുമില്ലാതെ ജീവിക്കാനും ആഗ്രഹിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിച്ച് പണം ലാഭം നേടണമെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കട്ടിലിനടിയിൽ ചുവന്ന ചന്ദന മരക്കട്ട വെക്കണം. ഇങ്ങനെ ചുവന്ന ചന്ദന മരക്കട്ട കട്ടിലിനടിയിലോ തലയിണക്കടിയിലോ വെച്ച് ഉറങ്ങുന്നതിലൂടെ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. ഇത് നിങ്ങൾക്ക് പണത്തിന് ഒരു കുറവും ഇല്ലാതെ ജീവിക്കും. ഭാഗ്യം നന്നായി വരണം അല്ലെങ്കിൽ ഭാഗ്യം നന്നായി വരണം എന്ന് വിചാരിക്കുന്നവർ
സ്വർണം അല്ലെങ്കിൽ വെള്ളി കൊണ്ട് ഒരു മീൻ രൂപം ഉണ്ടാക്കി അത് ലോക്കറ്റ് പോലെ കഴുത്തിൽ അണിയണം. അല്ലെങ്കിൽ ആ മീൻ ലോക്കറ്റ് കട്ടിലിനടിയിൽ വെച്ച് ഉറങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് സകല ശുഭങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ പോസിറ്റീവ് ഊർജം വരും. ഇത് കാരണം നിങ്ങൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങൾക്കുള്ള ജാതക പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഒരു സ്വർണ്ണ നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം നിങ്ങൾ ഉപയോഗിക്കുന്ന തലയിണക്കടിയിൽ വെക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ള ജാതക പ്രശ്നങ്ങൾ ദാരിദ്ര്യം മാറി. ഇത് കാരണം നിങ്ങൾ ഏത് ജോലി ചെയ്താലും അതിൽ വിജയം നേടും. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു വെള്ളി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം നിങ്ങളുടെ തലക്കരികിൽ വെച്ച് കിടക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും. അടുത്ത ദിവസം രാവിലെ ആ വെള്ളം ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. വെള്ളി എന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ചന്ദ്രൻ മനസ്സിന്റെ അധിപനായതുകൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കുകയും ചെയ്യും. നിങ്ങൾക്കുള്ള ദൃഷ്ടിദോഷങ്ങൾ മാറണമെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു പിച്ചള പാത്രത്തിൽ വെള്ളമെടുത്ത് നിങ്ങളുടെ തലക്കരികിൽ വെച്ച് കിടക്കണം. അടുത്ത ദിവസം ആ വെള്ളം മരച്ചുവട്ടിലോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ ഒഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാത്തരം ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും മുക്തി നേടാനും സന്തോഷമായിരിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഭാഗ്യം നന്നായി വരണമെങ്കിൽ സിംഹത്തിന്റെ തലയുള്ള മോതിരം ഉണ്ടാക്കി മോതിരം 1000-ന് ധരിക്കണം. അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ ഭാഗ്യം വരണമെങ്കിൽ സിംഹത്തിന്റെ തലയുള്ള മോതിരം ഉണ്ടാക്കി മോതിരം ധരിച്ചാൽ ഇങ്ങനെ. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം അതിരുകടന്നു വരും. സിംഹം അധികാര സ്ഥാനങ്ങളുടെ അടയാളമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ മുകൾ ഭാഗത്ത് സിംഹത്തിന്റെ അടയാളങ്ങൾ നാം കാണുന്നത്. നിങ്ങളുടെ ജന്മ നക്ഷത്രം അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച തിഥി അല്ലെങ്കിൽ തീയതി അനുസരിച്ച് സ്വർണം, വെള്ളി അല്ലെങ്കിൽ പഞ്ചലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച സിംഹത്തിന്റെ തലയുള്ള മോതിരം ധരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും. സിംഹത്തിന്റെ തലയുള്ള മോതിരം ധരിക്കുന്നതിനു മുമ്പ് ശ്രീമൻ നാരായണ മൂർത്തി ക്ഷേത്രത്തിൽ അങ്കാരകൻ പൂജ ചെയ്ത ശേഷം നിങ്ങളുടെ വലത് കൈയിലെ മോതിരവിരലിൽ ധരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വാക്കിന് മൂല്യം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുകയും ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ലാതെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഐശ്വര്യങ്ങളോടെ ജീവിക്കാൻ സാധിക്കും. കൂടാതെ കേട്ടോ, നിങ്ങളും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ കട്ടിലിനടിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വസ്തുക്കൾ വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉള്ള എല്ലാത്തരം പ്രശ്നങ്ങളും മാറി വലിയ ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും.